പോകുന്ന ദുആയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദുആ മൊബൈലുള്ളവർ റെക്കോർഡ് ചെയ്തോളി, ഇല്ലാത്തവരെ മനസ്സിൽ കണക്ക് കൂട്ടിക്കോളി. നമ്മൾ എവിടെ ഇരിക്കുമ്പോഴും, ഓഫീസ് ഇരിക്കുമ്പോഴും, വണ്ടി ഓടിക്കുമ്പോഴും ഒക്കെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദുആ. അതുവഴി അള്ളാഹു തരുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, നബിയേ, ലൈസ ഷഹീദു ഇല്ലാ മൻ ഖുതില ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പടപൊരുതിയിട്ട് രക്തസാക്ഷികളാകുന്നവര്, ശരീരം പീസാക്കപ്പെടുന്നവര് മാത്രമാണോ നബിയേ? ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികളെ നയാഗ്ര പോലെ ഒലിച്ചിറങ്ങുന്നവര് മാത്രമാണോ രക്തസാക്ഷികള്? ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങള് ചിന്നിച്ചിളറിയിട്ട് ശരീരമാസകലം പൊട്ടിപ്പിളർന്നു പോയി അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി വെട്ടേറ്റുകൊണ്ട് പിടഞ്ഞ് മരിക്കുന്നവര് മാത്രമാണോ രക്തസാക്ഷികള്? അവർക്ക് മാത്രമാണോ സ്വർഗത്തിന്റെ സുന്ദരമായ പദവിയുള്ളത്? അവർക്ക് മാത്രമാണോ മരിച്ചിട്ടും മരിക്കാത്തവരെന്ന് പറഞ്ഞത്? അവര് മാത്രമാണോ നബിയെ? അവര് മാത്രമാണോ രക്തസാക്ഷികളെന്ന് ചോദിക്കുമ്പോ, സഹോദരങ്ങളെ, ഓരോ അമലുകളെ പറയുമ്പോൾ അതിന്റെ പ്രതിഫലം പറയുമ്പോ സഹാബത്തിന് വല്ലാത്ത വികാരമാണ്. അവർക്കത് കരകരമാക്കാനുള്ള വെപ്രാളമാണ്. സഹോദരങ്ങളെ, ആയിഷ ബീവി വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ, ലൈസ ഷഹീദു ഇല്ലാ മൻ ഖുതില ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതുന്നവര്, ശരീരം പീസാക്കപ്പെടുന്നവര് മാത്രമാണോ രക്തസാക്ഷികളെന്ന് ചോദിക്കുമ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിത്വമല്ലേ ആയിഷ റളിയല്ലാഹു തആല അൻഹ? സഹോദരങ്ങളെ, ആയിഷ ബീവി കാലഘട്ടത്തിന്റെ ചർച്ചയിലേക്ക് വലിച്ചിറക്കുന്ന മുസ്ലിം നാമധാരികൾ പോലുമുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം പഠിക്കണേ ചെറുപ്പക്കാരാ. ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ചരിത്രം പഠിക്കണേ ചെറുപ്പക്കാരാ. ഇന്ന് 4 പെണ്ണ് കെട്ടുന്ന കഥ പറഞ്ഞുകൊണ്ട്, ബഹുഭാരിത്വത്തിന്റെയും ബഹുഭർത്തൃത്വത്തിന്റെയും കഥ പറഞ്ഞുകൊണ്ട് കോടതികൾ പോലും ഇസ്ലാമിന്റെ ആശയങ്ങളെ വെല്ലുവിളിയോടെ നേരിടേണ്ട ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമ്പോ ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരെ ചരിത്രം പഠിക്കുന്നില്ല. ചരിത്രം പഠിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തയ്യാറാകുന്നില്ല. പഠിക്കണേ ചെറുപ്പക്കാരാ, പഠിക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കഥ പഠിക്കണേ. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, നബിയെ, രക്തസാക്ഷികളെന്ന് പറയുന്നവര് ശരീര പീസാക്കപ്പെടുന്നവര് മാത്രമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന തന്റെ രാജകുമാരിയോട്, തമ്പുരാട്ടിയോട് മുത്തായ നബി തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, അല്ല ആയിഷ, ശരീര പീസാക്കപ്പെടുന്നവരെ മാത്രമാണ് രക്തസാക്ഷികളെങ്കിൽ ഇതനല്ല ഉമ്മത്തി ഇതല്ല ഖലീ, ഇന്ന ഉമ്മത്തി ഇതല്ല ഖലീ. എന്നാൽ എന്റെ സമുദായത്തിന്റെ രക്തസാക്ഷികളെ കുറഞ്ഞു പോകും, എന്റെ സമുദായത്തിന്റെ രക്തസാക്ഷികളെ കുറഞ്ഞു പോകും ആയിഷ. അതുകൊണ്ട് ശരീരം പീസാക്കപ്പെടുന്നവരെ മാത്രമല്ല, മാരകമായ മുറിവ് പറ്റുന്നവരെ മാത്രമല്ല, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ചിന്നിച്ചിതറി പോകുന്ന അംഗഭേദം വരുന്നവരെ മാത്രമല്ല ആയിഷ രക്തസാക്ഷികളെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പൊന്നാല നബി തങ്ങൾ പറയുകയാണ്, മനക്കോ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ, സുബഹി സമയത്ത് എഴുന്നേൽക്കുന്നത് മുതൽ പാതിരാത്രി നീ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത് വരെ ആരെങ്കിലും 25 പ്രാവശ്യം ഒരു ദുആ പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത് ചെറുപ്പക്കാരാ. പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇന്നിന്റെ സഹോദരിമാർക്ക് വലിയ മാറ്റമാണ് അൽഹംദുലില്ലാഹ്. ഈ ബഹ്റൈനിൽ വന്നിറങ്ങിയ സമയം മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയ കാര്യമാണ്, ഉസ്താദേ, ആ വീട്ടില് സ്വലാത്തുണ്ട്, ഈ വീട്ടില് സ്വലാത്തുണ്ട്. 100 കണക്കിന് 150 കണക്കിന് സഹോദരിമാർ ഒരുമിച്ച് കൂടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് സ്വലാത്ത് ചൊല്ലി മുത്തായ നബി തങ്ങളെ നാളെ പരലോകത്ത് സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് വെച്ച റസൂലുള്ളാഹിന്റെ സുന്ദരമായ വദനമുണ്ടല്ലോ, അത് സ്വപ്നത്തിലും കിനാവ് കാണാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന പെങ്ങന്മാര്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമുക്ക് എപ്പോഴും പറയാൻ കഴിയുന്നതാ. ഉമ്മമാരോട് പ്രത്യേകം ഞാൻ ഓർക്കുകയാണ്, സഹോദരിമാരെ, ഇത് എഴുതി വെച്ചൊന്ന് പഠിക്കണേ, ഓതണേ, മറക്കണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും നേരം വെളുത്തത് മുതൽ കിടക്കാൻ ഒരുങ്ങുന്നത് വരെ 25 പ്രാവശ്യം എങ്ങാൻ പറഞ്ഞു കഴിഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതിയ രക്തസാക്ഷികളുടെ പ്രതിഫലം അല്ലാഹുവിന് കൊടുക്കുന്നതാണ്. വൈനമാതല ഫിറോശിഹി
അവനവന്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ശരി, അവനവന്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ശരി. എങ്ങനാ മരിക്കുന്നതെന്ന് പറയാൻ കഴിയൂലല്ലോ, എങ്ങനാ മരിക്കുന്നതെന്ന് പറയാൻ കഴിയൂലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ എവിടെ വെച്ച് മരിച്ചാലും ശരി, കമ്പോളത്തിൽ വെച്ചാകട്ടെ, കടയിൽ വെച്ചാകട്ടെ, വാഹനത്തിൽ വെച്ചാകട്ടെ, വീട്ടിൽ വെച്ചാകട്ടെ, ഫ്ലൈറ്റിൽ വെച്ചാകട്ടെ, എവിടെ മണലാരണ്യത്തിൽ മരുഭൂമിയിൽ വെച്ചാകട്ടെ, എവിടെ വെച്ച് മരിച്ചാലും നമുക്ക് രക്തസാക്ഷിയുടെ കൂലി കിട്ടാ. പൊന്നാര നബി തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആയുണ്ട് സഹോദരങ്ങളെ, മുടങ്ങാതെ 25 പ്രാവശ്യം ഒരു ദിവസം ഓതണമെന്നാണ്. അതിനൊരു മറിയ മാർഗമുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞ് 5 പ്രാവശ്യം പറയുക, ളുഹർ കഴിഞ്ഞ് 5 പറയുക, അസറും മഗ്രിബും ഇശായും കഴിഞ്ഞ് 5 പ്രാവശ്യം പറഞ്ഞാൽ അന്തിനേരത്തെ നമസ്കാരത്തിന്റെ പുറകെ 5 പ്രാവശ്യം ഈ ദുആ ഓതിയ ഇൻഷാ അല്ലാഹ് സൂര്യൻ അസ്തമിച്ച് ഞാനും നിങ്ങളെ കിടങ്ങാൻ വേണ്ടിയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്റെയും നിങ്ങളുടെയും വിരിപ്പിലേട്ട് ചെല്ലുന്നതിന് മുമ്പ് 25 പ്രാവശ്യം നമുക്ക് ഓതാൻ കഴിയുന്ന ദുആയാണ്, പറയാൻ എളുപ്പമുള്ള ദുആയാണ്. അതുകൊണ്ട് പഠിക്കണേ ചെറുപ്പക്കാരാ, പഠിക്കണേ. പ്രായമുള്ളവനും പറയാ, ചെറിയ കുഞ്ഞുങ്ങൾക്കും പറയാ, എന്റെ ഉമ്മമാർക്കും പറയാൻ കഴിയുന്ന ദുആ. ഉമ്മമാരോട് പറയുന്ന നിസ്കാരമില്ലാത്ത സമയത്താണേൽ ഈ ദുആ ഓടുന്നതിന് പ്രശ്നമില്ല, തടസ്സമില്ല, യാതൊരു തടസ്സങ്ങളുമില്ല. 25 പ്രാവശ്യം നമ്മൾ പറയേണ്ട ദുആയതാ. ഈ ദുആ പറഞ്ഞു കഴിഞ്ഞ രക്തസാക്ഷിയുടെ കൂലി അല്ലാഹു തരാമെന്ന് പറഞ്ഞ ദുആയതാ. അവൻ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും അവന് രക്തസാക്ഷിയുടെ കൂലിയുണ്ടെന്ന് പറഞ്ഞ ബിലാൽ ഇബ്നു റബാഹിന്റെ കൂലിയുണ്ടെന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിന്റെ കൂലിയുണ്ടെന്ന് പറഞ്ഞ സഈദ് ബിൻ അബീ വഖാസിന്റെ കൂലിയുണ്ടെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതിയ ബദരീങ്ങളുടെ കൂലിയുണ്ടെന്ന് പറഞ്ഞ ആ ദുആ ഞാനെന്ന് പറയട്ടെ. ഇന്നെന്റെ പ്രസംഗത്തിന്റെ സന്ദേശമായി, സമ്മാനമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സ്വീകരിച്ചാലും എന്ന് പറയുകയാ. ഏതാണ് ദുആ എന്നറിയോ? നബി തങ്ങൾ പറയും, അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്ത് വഫീമാ ബഅദൽ മൗത്ത്, അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്ത് വഫീമാ ബഅദൽ മൗത്ത്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾക്കുന്ന ദുആയാ. അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്ത് വഫീമാ ബഅദൽ മൗത്ത്. അല്ലാഹുവേ, എന്റെ മരണത്തിലോ മരണശേഷമുള്ള ജീവിതത്തിലും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. സഹോദരങ്ങളെ, മരണം ബറക്കത്താകണ്ടേ, മരണം ബറക്കത്താകണ്ടേ. ഞാൻ നിങ്ങളും മരിക്കേണ്ടവരാണ്, മരിക്കേണ്ടവരാ. മരണം ബറക്കത്തോ, മരണം ബറക്കത്താ. ആരും കൊണ്ട് പറയിക്കാത്ത അവസ്ഥയിൽ മരിക്കേണ്ടവരാ ഞാനും നിങ്ങളും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ ദുആ 25 പ്രാവശ്യം പറയുന്നവന് വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ശരി, വീടിനകത്ത് കിടന്ന് മരിച്ചാലും ശരി, നബി തങ്ങൾ പറയുന്നവന് ഷഹീദിന്റെ കൂലിയാണ് കിട്ടുക.